ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, 2025 ക്രിസ്മസ് നമുക്ക് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ക്രിസ്മസാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ജൂബിലി വർഷത്തെ വിളിച്ചത് പ്രത്യാശയുടെ ജൂബിലി എന്നാണ്. മാർപ്പാപ്പ തന്നെ തെരഞ്ഞെടുത്ത മുദ്രാവാക്യം പ്രത്യാശയുടെ പ്രവാചകന്മാരും പ്രേക്ഷിതരുമാകുവാനുള്ള ആഹ്വാനമായിരുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ ഈ നൂറ്റാണ്ടിലെ കാൽഭാഗം നമ്മൾ പിന്നിടുകയാണ്. ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ 25 വർഷങ്ങൾ നമ്മൾ ദൈവത്തിന് മുൻപിൽ കൂപ്പുകരങ്ങളോടെ നന്ദിയോടെ നിൽക്കുകയാണ്. പ്രത്യാശയുടെ പ്രവാചകന്മാരെ പ്രേക്ഷിതരെ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതികളോട് മനുഷ്യൻ കാണിക്കുന്ന സന്മനസ്സാണ്, മനുഷ്യൻ നൽകുന്ന സഹകരണമാണ്. ക്രിസ്മസിൻ്റെ സന്തോഷം കൊണ്ടാടുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് മറിയം. മാലാഖ മറിയത്തിൻ്റെ സഹകരണം ആവശ്യപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറിയത്തിനൊന്നും പിടികിട്ടിയില്ല. നീ ഗർഭം ധരിക്കും, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവൾ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുകയില്ലല്ലോ, ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഞാനും യൗസേപ്പും വിവാഹ വാഗ്ദാനം നടത്തിയിട്ടുള്ളൂ, ഞങ്ങൾ സഹവസിച്ചിട്ടില്ല. മാലാഖ അവളോട് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മറിയം പിന്നെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയം കൊണ്ട് കീഴടങ്ങുകയായിരുന്നു. അവൾ പറഞ്ഞ ആ വാക്കുകൾ എത്ര അർത്ഥസാന്ദ്രമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ക്രിസ്മസ് നമ്മുടെ മുമ്പിലെ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മറിയത്തിൻ്റെ പ്രത്യുത്തരത്തിലുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, ഞാനടക്കം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മുടെ മുൻപിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ വഴിമുട്ടുമ്പോൾ എന്തേ ദൈവമേ ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അവിടെ മറിയത്തിൻ്റെ ഈ പ്രത്യുത്തരം നമുക്ക് പ്രചോദനമാകണം, പ്രത്യാശയുടെ പ്രവാചകരും പ്രേക്ഷിതരുമാകാൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിലെ, നമ്മുടെ സമൂഹ ജീവിതത്തിലെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ പലപ്പോഴും വഴിമുട്ടുമ്പോൾ, മനസ്സിലെ നിരാശപ്പെടുമ്പോൾ, ഉത്തരവില്ലാതെ ഉഴലുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ വഴിയാണത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. മറിയത്തോട് സഹകരിക്കാൻ രക്ഷാകര കർമ്മത്തിൽ ദൈവം തെരഞ്ഞെടുത്ത മറ്റൊരു വ്യക്തിത്വമാണ് യൗസേപ്പിതാവ്. യൗസേപ്പിതാവിനുള്ള കുറിച്ചുള്ള ചിന്തകൾ കൂടുതലും നമുക്ക് നൽകുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായി രക്ഷാകര കർമ്മത്തെ യൗസേപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. മറിയം ഗർഭവതിയായി എന്നറിഞ്ഞപ്പോൾ നീതിമാനായ യൗസേപ്പ് അവൾ അപമാന വിധേയാക്കാൻ ഇഷ്ടപ്പെടായാൽ രഹസ്യമായിട്ട് അവൾ ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. ആ ഒരു പ്രതികരണത്തിൻ്റെ ഒരു ആത്മീയമായ സ്വർഗീയമായ ഒരു കാഴ്ചപ്പാട്. അവൾ അപമാന വിധേയാക്കാൻ ഇഷ്ടപ്പെടായാൽ. മറിയം നിഷ്കളങ്കയാണ്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളെ ആരും അറിയാതെ ഉപേക്ഷിക്കുകയാണ്. സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട യൗസേപ്പിനോട് പറയുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യൗസേപ്പ് പൂർവ്വ യൗസേപ്പിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനാണ്. സ്വപ്നങ്ങളിലൂടെ ദൈവം വളർത്തിയ പൂർവ്വ യൗസേപ്പ്, സ്വപ്നങ്ങളിലൂടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സൗഖ്യവും സൗന്ദര്യവും കാണിച്ചു കൊടുത്ത പൂർവ്വ യൗസേപ്പ്. യൗസേപ്പ് പുതിയ നിയമത്തിലെ ആ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഞാൻ രഹസ്യമായിട്ട് ഉപേക്ഷിക്കും, ഞാൻ അവളെ ഉപദ്രവിക്കുകയില്ല, അവളെ വിമർശിക്കുകയില്ല, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അവളുടെ ഗർഭാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്വപ്നത്തിലെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്ന, നിദ്രയിൽ നുണർന്ന യൗസേപ്പ് ദൈവത്തിന് കീഴടങ്ങി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. നമ്മൾ ചിലപ്പോൾ അസ്വസ്ഥപ്പെടാറുണ്ട്, നമ്മൾ ചിലപ്പോൾ എന്തേ ഇങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർ. എത്ര വലിയ ദുഃഖമാണെന്നറിയാമോ അവർക്ക്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അവർക്ക്. മക്കള് പ്രസവിക്കുമ്പോൾ വൈകല്യത്തോടുകൂടെ ജനിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ നിരാശ എത്ര വലുതാണെന്നറിയാമോ. അവിടെയൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യൗസേപ്പ് സ്വപ്നം കണ്ടു, നമ്മൾ സ്വപ്നം കാണണം ദൈവത്തെ. യൗസേപ്പ് മറിയത്തെ സ്വീകരിച്ചു. യൗസേപ്പ് രക്ഷാകര കർമ്മത്തിലെ പ്രത്യാശയുടെ തീർത്ഥാടകനായിട്ട് ദൈവത്തോടുകൂടെ സഞ്ചരിച്ചു.
കാനേഷുമാരിക്ക് പുറപ്പെട്ട യൗസേപ്പും മറിയം പൂർണ്ണ ഗർഭിണിയാണ്. കുഞ്ഞിനെ പ്രസവിക്കാൻ ഇടവില്ലാതെ സത്രങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. മുൻകൂട്ടി വന്നവരെ എല്ലാം അവിടെ താമസമാക്കിയിരുന്നു. ഒരു സത്രത്തിലും സ്ഥലമില്ല. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് യൗസേപ്പ് നടന്നു. ആട്ടിടയന്മാരുടെ ആലയിൽ ചെന്നപ്പോൾ അവര് ഈ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീക്ക് ഇടം കൊടുത്തു. അവർ പറഞ്ഞു, സാരമില്ല, ഞങ്ങൾക്ക് പോലും ഇവിടെ ഇടം കുറവാണ്, പക്ഷേ ഇവിടെ താമസിക്കൂ. മറിയം കാലികളുടെ തൊഴുത്തിലാണ് ഈശോയെ പ്രസവിച്ചത്. അവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളുടെ നടുവിലും ഒരു പ്രത്യാശയുടെ തീർത്ഥാടനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരാതെ പോകുന്ന സന്ദർഭങ്ങൾ, അവിടെയൊക്കെ നമ്മൾ തളർന്ന് നഷ്ടധൈര്യരാകുമ്പോൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണെങ്കിലും ദൈവത്തിന് അതിൻ്റെ പിറകിലെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു മിഷൻ യാത്രയിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അവർക്ക് 4 മക്കളാണുള്ളത്. ആദ്യത്തെ 3 കുഞ്ഞുങ്ങളും മെൻ്റലി റിട്ടാർഡഡ് ആണ്. അവർ പറഞ്ഞു, 3 കുഞ്ഞുങ്ങളും ഈ ബുദ്ധി വൈകല്യത്തോടുകൂടെ ജനിച്ചപ്പോൾ ഞങ്ങളോട് പലരും പറഞ്ഞു, നിങ്ങൾ ഇനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കരുത്. പക്ഷേ ദൈവം ഞങ്ങൾക്ക് 4മതൊരു കുഞ്ഞിനെ തന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ മണ്ടന്മാരാണ്. ഈ കുഞ്ഞ് നിങ്ങളുടെ അനുഭവം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അവർ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, ദൈവം തന്നു, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. 4മത്തേതും വൈകല്യമുള്ളതാണെങ്കിൽ സാരമില്ല. പക്ഷെ 4മത്തെ കുഞ്ഞ് അവരെന്നോട് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണെന്ന് പറഞ്ഞു. സ്കൂളിലെ ഏറ്റവും മിടുക്കൻ, സ്പോർട്സിലെ ഏറ്റവും മിടുക്കൻ, കലാരംഗത്തെ ഏറ്റവും വലിയ മിടുക്കൻ. 3 കുഞ്ഞുങ്ങളുടെയും കുറവ് 4മത്തിലൂടെ നികത്തി ദൈവം. ദൈവത്തിന് ഇടം കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകട്ടെ. എല്ലാം നമുക്ക് അനുകൂലമാകണം. ഞാൻ ചിലപ്പോൾ ഈ ലോട്ടറിക്കാരെ കണ്ടിട്ടുണ്ട്. അവർ നമ്മളെ സമീപിക്കുന്നത് ഒരു സന്ദേശമായിട്ടാണ്. നിങ്ങൾ ടിക്കറ്റ് വാങ്ങിക്ക്, കിട്ടാൻ സാധ്യതയുണ്ട്. പലരും കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് മേടിക്കുന്ന ടിക്കറ്റിൽ ഒരാൾക്ക് മാത്രമേ ലോട്ടറി അടിക്കാറുള്ളൂ. പക്ഷേ അവരെ ഈ ടിക്കറ്റ് വാങ്ങിക്കാൻ കാണിക്കുന്ന ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു പ്രത്യാശയുണ്ട്. കഴിഞ്ഞ പല പ്രാവശ്യം കിട്ടിയിട്ടില്ല, ഇത്തവണ കിട്ടും. ഈ പ്രത്യാശയോടെ യാത്ര ചെയ്യാനാണ് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ വിളിക്കുന്നത്. ഇടം കൊടുത്ത ഇടയന്മാരെ, അവരെ രക്ഷാകര കർമ്മത്തിലെ കൂട്ടുപങ്കാളികളാ. യൗസേപ്പ് മറിയത്തെയും കൊണ്ട് ഇടം തേടി നടന്നപ്പോൾ ഇടം കൊടുക്കാൻ അവർ കാണിച്ച സന്മനസ്സുണ്ടല്ലോ, ആ സന്മനസ്, അതാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന മാലാഖമാരുടെ സംഗീതത്തിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ സന്മനസ് നമുക്ക് തുടരാം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇടങ്ങളിലെ പലപ്പോഴും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ദൈവം ഈ പ്രതിസന്ധികളുടെ നടുവിലും എന്നെ കൈവിടില്ല. പഴയ നിയമത്തിലെ ജോബിൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. പ്രതിസന്ധികളുമായിട്ട് എന്നെ സമീപിക്കുന്നവരോട് ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ പ്രാർത്ഥന ആവർത്തിക്കണം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പ്രാർത്ഥനയിൽ പിറകിൽ ഒരു ഹൃദയവായ്പുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം എനിക്ക് തന്നത് ഇഷ്ടം കൊണ്ട് തന്നതാണ്, ദൈവം എടുത്തത് ഇഷ്ടം കൊണ്ട് എടുത്തതാണ്, ഇനിയും ദൈവത്തിന് തരാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. ക്രിസ്മസ് ആഘോഷങ്ങൾ മാത്രമല്ല, ക്രിസ്മസ് സാധ്യതകളുടെ ഒരു അത്ഭുത ലോകമാണ്. ഇടം കൊടുക്കാൻ, വഴി കാണിക്കാൻ, കരം കൊടുക്കാൻ, കരുത്തു പകരാൻ ഈ ക്രിസ്മസ് നമ്മെ പ്രാപ്തരാക്കട്ടെ. നമ്മൾ ഈ നൂറ്റാണ്ടിൻ്റെ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാ. പക്ഷേ നമ്മുടെ ഭാഗ്യം ദൈവത്തിന് കൂട്ടുപങ്കാളികളാകുന്നതിലാണ്, ദൈവത്തിൻ്റെ പദ്ധതികളിലെ കൂട്ടാളികളാകുമ്പോഴാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ മേൽത്തരം വീഞ്ഞ് വിളമ്പിയപ്പോൾ ഇതെവിടെ നിന്ന് ചോദിച്ചപ്പോൾ സുവിശേഷകൻ പറയുന്ന ഒരു വാചകമുണ്ട്, വെള്ളം കോരി ഭരണികൾ നിറച്ചോർ മാത്രമേ അതറിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കുന്നവരാണ്. നമ്മുടെ കണ്ണുനീരൊന്നും തന്നെ നഷ്ടപ്പെടുകയില്ല. ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വലിയ ചക്രവാളം, അത് സദ്വാർത്തയുടെ ചക്രവാളമാണ്, അത് സന്മനസ്സിൻ്റെ ചക്രവാളമാണ്, അത് ദൈവത്തോട് കരം കോർക്കുന്നതിൻ്റെ ചക്രവാളമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പുതുവത്സരത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.